ആദ്യമായി നമ്മുടെ പേപ്പറിൻ്റെ വർക്ക് കാണാൻ വന്നവർക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു പാചക പരീക്ഷണങ്ങളുടെയും ക്രാഫ്റ്റുകളുടെയും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കളർ പേപ്പർ കൊണ്ടുള്ള വർക്കുകളാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് കളർ പേപ്പർ ആവശ്യമുണ്ട്. അപ്പോൾ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എല്ലാ കളർ പേപ്പറിൽ നിന്നും കുറേശ്ശെ ഇത് എടുക്കുന്നുണ്ട്. ഇനി ഇതും കൊണ്ട് ഇവിടെ നനങ്ങാതെ സ്ഥലം വിടാം. കണ്ടില്ലേ? അല്ലെങ്കിൽ ഇവൻ ഇനി ഉണർന്നു കഴിഞ്ഞാൽ ആകെ ടെററാവും. അപ്പോൾ അത് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ഫോൾഡും കൂടെ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്യാം. ബാക്ക് വശം പുറകിലോട്ട് തന്നെ ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാവേ. ഇനി ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഈ വരച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ടും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കി 5 പീസും കൂടി ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നിവർത്തിയെടുക്കാം. നിവർത്തിയെടുത്തിട്ട് നമ്മുടെ കത്രിക കൊണ്ട് അതിന് നന്നായിട്ടൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഒന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്ത് കളയാം, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ആ പോർഷൻ നമുക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. അതിനായിട്ട് എല്ലാ പീസും ഇതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ചെയ്തതുപോലെ കത്രിക കൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ പുറത്തോട്ട് മടക്കി കൊടുക്കുക. ഇതിനിങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ബാക്കി 5 എണ്ണവും ഇതുപോലെ സെയിം അതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 എണ്ണവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസും കൂടെ ഉള്ളൂ. അതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ചധികം മോൻ രാത്രി ഉറങ്ങിയ നേരം കൊണ്ട് ഈ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് നമ്മുടെ സ്റ്റെമ്മൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഗ്രീൻ കളർ പേപ്പർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഇതുപോലെ പൈപ്പിംഗ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു 2-3 കട്ടും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നിവർത്തി കൊടുത്തിട്ട് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് അതിൽ പൂവിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കാനാണ്. ഒരു പൂവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഫ്ലവേഴ്സ് എല്ലാം കൂടി ഒന്ന് സ്റ്റെമ്മിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിരിപ്പുണ്ട്. ഇനി ഇത് അത്യാവശ്യം കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പറിൻ്റെ പോലത്തെ നല്ല ഹാർഡായിട്ടുള്ള ഒരു ഗ്രീൻ കളർ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഞാൻ ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ സാധാ ലീഫ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത്തിരി അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ലീഫും കുറച്ച് ചെറിയ ലീഫുകളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നിവർത്തിയെടുത്തപ്പോൾ ഇറച്ചി ചീരയുടെയൊക്കെ ആ ഇലയില്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ നമ്മുടെ ലീഫിലെ നമ്മുടെ പൂവിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇല ഒന്ന് പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വയ്ക്കാം. ഇനി ഒരു ഗ്രീൻ കളർ നമ്മുടെ പേപ്പറിലെ അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ വലിയൊരു പൈപ്പിംഗ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി ഫ്ലവേഴ്സിലെല്ലാം ഇതുപോലെ ലീഫും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലവറും ലീഫും കൂടെ സെറ്റ് ചെയ്തിരുന്നത് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലായിട്ട് ഇറക്കിയൊന്ന് വെച്ച് കൊടുക്കാവേ. ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇനി ബാക്കി ഫ്ലവേഴ്സും കൂടി ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാവേ. അപ്പം ഞാനിവിടെ ഫെവിബോണ്ട് ഗ്ലൂ എടുത്തിട്ടാണ് ബാക്കിയെല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. നമുക്ക് ഫെവിക്കോള് തന്നെ മതിയാവും. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്, എളുപ്പം ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഫെവിബോണ്ട് എടുത്തൊന്നും മാത്രമേ ഉള്ളേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ചെയ്തിട്ട് വേണം നമ്മുടെ പൂവെല്ലാം അതിനകത്തോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് എളുപ്പം തന്നെ അങ്ങ് അറ്റാച്ചായി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇത്രയും തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ പൂക്കളും ഞാനൊന്ന് ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒത്തിരി പൂക്കളുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ മാത്രമായിട്ട് അത് ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ പുറകിലും കൂടിയൊക്കെ കുറച്ച് പൂക്കളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അത് കാണാനായിട്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സില്ലേ, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്കങ്ങനെ നല്ല ഭംഗിയായിട്ട് തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ ഉണ്ടാക്കിയ ഫ്ലവർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ലാസ്റ്റ് പീസ് ആണ് കേട്ടോ, അതും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫ്ലവേഴ്സും ഒന്ന് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ പൂക്കളും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വർക്ക് എല്ലാം പൂർത്തിയാക്കി എടുത്തപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞുണർന്നു കേട്ടോ. അത് അവൻ്റെ കാൽപാദങ്ങളാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? അവൻ്റെ നമ്മുടെ ഷീറ്റില്ലേ അതെടുത്ത് വെച്ചിട്ട് വിരിച്ചോണമെന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ കിടന്ന് കുത്തി മറിയുക. ഇനി എന്തായാലും നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വർക്ക്. നമ്മുടെ ഈ പൂക്കൾ കണ്ടിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് പോലെ ഉണ്ടല്ലേ, കളർ പേപ്പറിൽ ചെയ്തതാണെന്നേ തോന്നത്തില്ലല്ലേ. കണ്ടാലും നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ പോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള അടിപൊളി ഫ്ലവേഴ്സായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.